സ്വകാര്യ മരുന്ന് വിതരണ കമ്പനിയിലെ അമിത ജോലി ഭാരവും മാനസിക സമ്മർദ്ദവും താങ്ങാനാകാതെ മിഥുൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ജനരോഷം ശക്തമാവുകയാണ്. കോർപ്പറേറ്റ് കമ്പനികളുടെ ക്രൂരമായ ടാർഗറ്റ് വേട്ടയ്ക്ക് തൊഴിലാളികൾ ഇരയാകുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ജീവനക്കാരനായ മിഥുനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട എബോട്ട് കമ്പനി അധികൃതർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ലാഭക്കൊതി മാത്രം മുൻനിർത്തി സ്വകാര്യ കമ്പനികൾ ജീവനക്കാരെ അടിമകളെപ്പോലെ പീഡിപ്പിക്കുന്നതിന്റെ ഒടുവിലത്തെ ഇരയാണ് ഈ ജീവൻ. പ്രമുഖ മരുന്ന് വിതരണ കമ്പനിയായ എബോട്ടിന്റെ മാനേജ്മെന്റ് നിരന്തരം നൽകിയ അമിത ടാർഗറ്റും മാനസിക പീഡനവുമാണ് തിരുവനന്തപുരം തമലം സ്വദേശിയായ മിഥുന്റെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. പകലും രാത്രിയും ഇല്ലാതെ ജോലി ചെയ്തിട്ടും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത അപമാനവും ഭീഷണിയും മിഥുന് താങ്ങാനായില്ലെന്ന് പിതാവ് ബിജു പറഞ്ഞു. 6 മാസം ഫെബ്രുവരി മുതൽ അബട്ടെന്ന കമ്പനിയിൽ വന്നു. പക്ഷേ അന്ന് മുതൽ ഒരു മെൻ്റലി ടോർച്ചർ, അതുപോലെ സഹിക്കാൻ പറ്റാത്ത ടാർഗറ്റ്, അതുപോലെ തന്നെ അവിടുത്തെ സെയിൽസ് ആൻഡ് പിന്നെ അതിൻ്റെ ഒരു കൺക്ലൂഷൻ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. വളരെയധികം ടൈറ്റായിട്ട് അവന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം ഇങ്ങനെ പറയുമായിരുന്നു, അതിനകത്ത് ചെറിയ അവന് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്, നേരത്തെ പോലെ അല്ല, മറ്റ് കമ്പനികളെ പോലെ അല്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മെനഞ്ഞാന്ന് രാവിലെ പതിവില്ലാത്ത രീതിയിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഞാൻ ഇന്ന് റിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. അതിലൊരു ബാലാജി എന്ന് പറയുന്ന ഒരു മാനേജറുണ്ട്, അദ്ദേഹമാണ് ഇപ്പം കൂടുതലായിട്ടും എന്നെ ടോർച്ചർ ചെയ്യുന്നത്. അതായത് പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ച് പോലും അത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഹറാസ് ചെയ്യുന്നുണ്ട്. ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച മരുന്ന് കമ്പനിയായ എബോട്ടിന്റെ ഉദ്യോഗസ്ഥരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഉയരുന്ന ആവശ്യം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിലും പ്രതികളെ സംരക്ഷിക്കാൻ ഉന്നതതലത്തിൽ ശ്രമം നടക്കുന്നതായും ആക്ഷേപമുണ്ട്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ കമ്പനിയുടെ പ്രാദേശിക ഓഫീസിന് മുന്നിലേക്ക് സഹപ്രവർത്തകരും വിവിധ തൊഴിലാളി സംഘടനകളും ചേർന്ന് വൻ പ്രതിഷേധ മാർച്ച് നടത്താൻ ഒരുങ്ങിയാണ്. അബാട്ട് എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ജോലി സമ്മർദ്ദമാണ് 26 വയസ്സുകാരനായ മിഥുനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ക്യാമറമാൻ അഭിജിത്ത് ശ്രീകുമാറിനൊപ്പം ജ്യോതിഷ് ജനാർദ്ദനൻ, ജനം, തിരുവനന്തപുരം.